മഴത്തോരു മുമ്പിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയെ എടുത്ത് ബാലചന്ദ്രൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം അലീനയ്ക്ക് അകപ്പാടെ ടെൻഷനാണ്. അച്ഛൻ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവുമോ? അച്ഛൻ അനുഭവിച്ച പോലുള്ള വിഷമവും സങ്കടവും അദ്ദേഹവും അനുഭവിക്കണ്ടല്ലേ. അദ്ദേഹത്തിന് ഒരു കുടുംബം കാണത്തില്ലേ, മക്കൾ കാണത്തില്ലേ, അവരെന്നെ അംഗീകരിക്കുമോ? ഞാൻ ആ വീട്ടിൽ നിന്ന് ശരിയാവുമോ? എനിക്ക് എന്നെ ഒരു മോളായിട്ട് അംഗീകരിച്ച് ആ സ്നേഹം കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമാവുമോ അച്ഛാ? ഇനി ഞാൻ അങ്ങോട്ട് പോകണോ? എനിക്ക് ആകപ്പാടെ പേടിയാവുന്നു. ഞാൻ വിചാരിച്ചത് ഏതോ ഒരു വീട്ടിൽ അവിടെ ജോലിക്ക് ചെന്നാൽ മതി, അപ്പം അവിടുത്തെ ജോലി മാത്രം, എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ അവിടെ ചെന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു മകളോടുള്ള സ്നേഹവും പരിഗണനയും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ തകർന്നു പോകുക അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും ചിന്തിച്ചില്ല മോളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് സ്വന്തം അച്ഛനെ കണ്ടെത്തി അവിടെ ഏൽപ്പിച്ചു. പിന്നെ അദ്ദേഹം എന്നെപ്പോലെ വിഷമം അനുഭവിക്കുകയാണെങ്കിൽ അനുഭവിക്കട്ടെ. ഇതിനെല്ലാം കാരണം അയാൾ തന്നെയല്ലേ. അപ്പം ഇതെല്ലാം അയാൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അനുഭവിച്ചിട്ടേ പോകാവൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ അദ്ദേഹത്തോടുള്ള ദേഷ്യം തീർത്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാ മോളെ? എനിക്ക് അദ്ദേഹത്തിനോട് ദേഷ്യവും ഇല്ല, സ്നേഹവും ഇല്ല. എനിക്ക് അയാളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല, അയാളുടെ കുടുംബത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. മോളുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എനിക്ക് വേണമെങ്കിൽ നിന്നെ അവിടെ കൊണ്ടിറക്കിയിട്ട് ഇതാ നിൽക്കുന്നു നിങ്ങളുടെ മോളെന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോരാ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അതിനു മുമ്പ് നിൻ്റെ മനസ്സ് തയ്യാറെടുക്കാനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം നീ അവിടെ ചെന്ന് നിനക്ക് അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ നീ തിരിച്ചു പോരെ. മറ്റൊന്നും ചിന്തിക്കണ്ട. അയാളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മോളെ വിഷമിപ്പിക്കല്ലേ, കണ്ണ് നനയിപ്പിക്കല്ലേ, അതൊക്കെ ഞാൻ അയാൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം കൂടെ ഞാൻ അവിടെ ചെല്ലുമ്പം പറയുന്നുണ്ട്, നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നീ തിരിച്ചു പോരാം, നിനക്ക് എന്നെ വിളിക്കാം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കുളത്തൂപ്പുഴയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ സമയത്ത് യുദ്ധം ജയിച്ച പോലെ നെടുമ്പുരയിലേക്ക് വരികയാണ് വൈജ. ഭയങ്കര സന്തോഷത്തോടെയാണ് വരുന്നത്. പക്ഷേ വൈജയ്ക്ക് അറിയത്തില്ലല്ലോ വൈജയെ കാത്തിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെ നെടുമ്പുരയ്ക്കൽ വീട്ടുമുറ്റത്ത് വന്ന് വണ്ടി കൊണ്ട് നിർത്തിയാണ്. ഈ സമയത്ത് മനുവാണ് കൊണ്ടാക്കുന്നത്. മനു പറയുന്നുണ്ട്, ആൻറ്റി ഭയങ്കര സന്തോഷത്തോടെ തന്നെ വീണ്ടും ഈ വീട്ടിലേക്ക് കയറിക്കോ. പലരെയും സങ്കടപ്പെടുത്തി, പലരെയും വിഷമിപ്പിച്ച്, എല്ലാം തകർത്ത് വിജയശ്രീ ലാളിതയായിട്ട് തന്നെ ഈ വീട്ടിലേക്ക് കയറിക്കോളം പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജിക്കൊരു പുച്ഛമാണ്. നീ അങ്ങനെ പറയത്തുള്ളൂ, എനിക്കറിയാം അവൾ പോയതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമം നിനക്കാണെന്ന്. എന്താ സംശയം? ഞാൻ വിജയിച്ച് തന്നെയാണ് തിരിച്ചു വന്നേക്കുന്നത്. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് എൻ്റെ വാശിയാണ്. അത് നടക്കുകയും ചെയ്ത്, അത് നടപ്പാക്കിയെടുത്ത് ഈ വൈജ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങുകയാണ്. ഈ സമയത്ത് സിറ്റ് ഔട്ട് ഇരുന്ന് രോഹിത് ഇരിപ്പുണ്ടായിരുന്നു. മൊബൈലിൽ വീഡിയോ കാണുവാണ്. കുറച്ച് നാളിന് മുമ്പ് അലീന ആ കോളനിയിൽ പോയതും അവരെല്ലാവരും കൂടെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയതും അതൊക്കെ വീഡിയോ കാണുവാണ്. അതേപോലെ അലീനയായിട്ടുള്ള നല്ല ഓർമ്മകളെടുത്ത വീഡിയോസും എറണാകുളത്ത് പോയ വീഡിയോകളെല്ലാം ഇങ്ങനെ കണ്ട് കണ്ണ് നിറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈജ വന്നിറങ്ങുന്നത്. അപ്പോൾ രോഹിത്താണെങ്കിൽ വൈജയെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് എണീക്കുന്നുണ്ട്. അങ്ങനെ വൈജ വീണ്ടും നെടുമ്പുരയ്ക്ക് വീട്ടിലേക്ക് കയറുകയാണ്. ഭയങ്കര വാശിയോടെയും ദേഷ്യത്തോടെയും രവിക്ക് തോപ്പിച്ച മട്ടിലാണ് വൈജ വന്ന് കയറുന്നത്. അപ്പോൾ തന്നെ രോഹിത് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. രോഹിത് ചോദിക്കുന്നുണ്ട്, അമ്മ ഒറ്റയ്ക്കേ ഉള്ളോ, അങ്കിളുമാരാരും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ വൈജ ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് അങ്കിളുമാരെന്തിനാ, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിരുന്നു, ആ നശൂര ഇവിടുന്ന് പോയല്ലോ, പിന്നെ എനിക്ക് ആരുടെയും സഹായം വേണ്ട ഈ വീട്ടിലേക്ക് വരാൻ എന്നും പറഞ്ഞുകൊണ്ട് വൈജ അകത്തേക്ക് കയറിയാണ്. അപ്പോഴത്തേക്ക് രോഹിത് പോയി മനുവിൻ്റെ കൂടെ പെട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ഈ സമയത്ത് അകത്തേക്ക് കയറുന്ന വൈജ ഹാളിലൊക്കെ ഒന്ന് ചുറ്റുപാട് നോക്കുവാണ്. ഈ സമയത്ത് ബബിത ഇറങ്ങി വരികയാണ്. അമ്മ വന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. എന്താടി ഞാൻ വരണ്ടായിരുന്നോ, അവൾ പോയല്ലോ, ആ നശൂലം പോയല്ലോ, പിന്നെ എനിക്കെന്താ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് കുഴപ്പം, അവളല്ലായിരുന്നു ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം വൈജ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ബബിതയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ബബിതയാണെങ്കിൽ ദേഷ്യം ഇങ്ങനെ വൈജയെ നോക്കുന്നുണ്ട്. നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നത്, നീ എന്താ ഭയങ്കര വിഷമിച്ചിരിക്കുന്നത്, നിൻ്റെ ആരെങ്കിലും ചത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ബബിത ചോദിക്കുകയാണ്, അമ്മയ്ക്ക് വന്ന് കയറിയോണേ ഇതൊക്കെ അല്ലാതെ വേറൊന്നും പറയാനില്ലയോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഞാൻ ഇതല്ല പിന്നെ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണമോളും വരുന്നുണ്ട്. പുറത്തുനിന്ന് രോഹിത്തും മനുവും എല്ലാവരും കയറി വരുന്നുണ്ട്. അപ്പോൾ ഉടനെ വൈജ പറയാണ്, എല്ലാവരുടെ കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ നശൂലും ആ അലീനയുടെ ഒരു സാധനവും ഇവിടെ കാണാൻ പാടില്ല. അവൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചേക്കണം. ഇനി അവളുടെ ഒരു ഓർമ്മയും ഈ വീട്ടിൽ പാടില്ല. പഴയതുപോലെ ആയിരിക്കണം ഈ വീട്. ഇനി ഞാനായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്
നിന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മനു ചോദിക്കുകയാണ്, ആഹാ ആൻറ്റി വന്ന് കയറി വന്ന് ഭരണം പിടിച്ചെടുക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ ഇത്രയും നാൾ എവിടെയോ കടന്ന ഒരു നശൂലാണ് എൻ്റെ വീട് ഭരിച്ചിരുന്നത്, ഇനി അത് വേണ്ട, പഴയതുപോലെ വൈജയന്തി ഭരിക്കും ഈ വീടെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ മനു പറയാണ്, അത്രയ്ക്കങ്ങ് വേണോ, ആൻറ്റി വന്ന് കയറിയല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം വൈജ പറയാണ്, ആ നശൂലം എൻ്റെ വീട് ഭരിച്ച് നാശമാക്കിയിട്ടിരിക്കുകയാണ്, അവൾ ഇവിടെ എന്ന് കയറിയോ അതോടെ ഈ വീട് നശിച്ചു തുടങ്ങി എന്ന് വൈജ പറയുന്നുണ്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഏത് രീതിയിലാണ് ഈ വീട് അലീന നാശമാക്കിയത്? ആൻറ്റിയുടെ മക്കളെയൊക്കെ നന്നാക്കിയെടുത്ത്, എങ്ങനെയൊക്കെയോ കടന്ന മക്കളെയൊക്കെ നന്നാക്കിയെടുത്ത് കുടുംബം നന്നായിട്ട് കൊണ്ടുപോയി, ഇതൊക്കെയാണ് അലീന ചെയ്ത കുറ്റമെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ വൈജ പറയുന്നുണ്ട്, എനിക്കറിയാം അവൾ ഇവിടുന്ന് പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമം നിനക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് മനുവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ മനു ഒന്ന് പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം വൈജ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ചിരിക്കുന്നത്? അല്ല, ഞാനൊരു കാര്യം ഓർത്തതാ, ആൻറ്റി ഭാവിയിൽ വിഷമിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ അലീന എന്നോട് പറഞ്ഞായിരുന്നു. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് വൈജ അങ്ങ് വല്ലാതാവുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്, അലീന ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണെന്ന് മനു ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ പെട്ടെന്ന് അങ്ങ് വല്ലാതാവുന്നുണ്ട്. അപ്പം അലീന കാര്യങ്ങളെല്ലാം മനുവിനെ അറിയിച്ചിട്ടുണ്ടെന്ന് വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, ഇപ്പം ആൻറ്റിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ, അന്ന് അലീന പറഞ്ഞ കാര്യം ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് മറക്കുവാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചോളാം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരാം ഓർമ്മിപ്പിക്കാൻ, എന്താ പോരേന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജ ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ മക്കളെല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. മനു ഇത്രയും പറഞ്ഞിട്ട് അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുകയാണ്. എന്നാ ആൻറ്റി ഞാൻ ഇറങ്ങുക, ആൻറ്റിയുടെ ഭരണം നടന്നോട്ടെ, ഞാൻ പോവുക, എനിക്ക് ഇതിൽ കൂടുതൽ നിന്ന് കാണാനൊന്നും എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് മനു അങ്ങ് പോവാണ്. പെട്ടെന്ന് വൈജി അങ്ങ് വല്ലാതാവുന്നുണ്ട്. മനുവിൻ്റെ മുന്നിൽ ഇത്ര നേരം കാണിച്ചതൊന്നും വെറുതെ ആയി പോയെന്ന് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല തൻ്റെ പഴയ കാലങ്ങളെല്ലാം മനുവിന് അറിയാമെന്ന് വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആകപ്പാടെ നീറിയിരിക്കുകയാണ് വൈജ. ഈ സമയത്ത് ബാലചന്ദ്രനും അലീനയും കൂടെ നേരെ സ്റ്റാൻലിയുടെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പം അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുമ്പം അലീന ഇങ്ങനെ അത്ഭുതത്തോടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. വലിയ വീട്, വലിയ കൊട്ടാരം പോലൊരു വീട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതാണ് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്, മോൾ ഇറങ്ങുമെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. ഈ സമയത്ത് അകത്തേക്കുന്ന പട്ടികളെല്ലാം ഓടി വരികയാണ്. ഓടി വന്ന് അലീനയുടെ അടുത്തും ബാലചന്ദ്രൻ്റെ അടുത്ത് ഓടി വരികയാണ്. ഈ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ അലീനയുടെ കൈ മുറുക്കെ പിടിക്കുകയാണ്. അപ്പം ആൻ്റപ്പനാണെങ്കിൽ ഈ സമയത്ത് പട്ടികളെല്ലാം ഓടി വരുന്നതുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. പക്ഷേ ഈ പട്ടികളെല്ലാം ഓടി വന്ന് അലീനയുടെയും ബാലചന്ദ്രൻ്റെയും ചുറ്റും ഇങ്ങനെ കിടക്കുകയാണ്. ഒന്നും ചെയ്യാതെ കുരയ്ക്കാതെ ഇങ്ങനെ കിടക്കുവാണ്. ഇത് കാണുമ്പോൾ ആൻ്റപ്പൻ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. ആഹാ, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു സംഭവം, പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കാതെ ഇങ്ങനെ അവരുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നത് ആദ്യമായിട്ടാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ നോക്കുന്നുണ്ട്. അപ്പം അലീനയെ ഒരു ചെറിയ പുഞ്ചിരിയുടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറിയാണ്. ആൻ്റപ്പൻ പറയുന്നുണ്ട്, വാ രണ്ടുപേരും വാ, സാറകത്തുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് സ്റ്റാൻലി ആണെങ്കിൽ അവിടുത്തെ ജോലിക്കാരൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആൻ്റപ്പനും സ്റ്റാൻലി അടുത്തേക്ക് വരുന്നുണ്ട്. ബാലചന്ദ്രനും അലീനയും കൂടെ ഉണ്ട്. അപ്പോൾ ആൻ്റപ്പൻ വിളിക്കുന്നുണ്ട്, സാറേ താണ്ടേ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് സ്റ്റാൻലി തിരിഞ്ഞു നോക്കുമ്പം കാണുന്നത് ബാലചന്ദ്രൻ്റെയും അലീനയാണ്. അലീന ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. കാരണം സ്റ്റാൻലി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അന്ന് വീട്ടിൽ വന്ന ആളെ കാണുമ്പോൾ ആകപ്പാടെ ഞെട്ടി കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതുപോലെ സ്റ്റാൻലിയും ഞെട്ടുന്നുണ്ട്. അലീനയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു വരികയാണ്. ബാലചന്ദ്രനും അലീനയും സ്റ്റാൻലിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. പപ്പയും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സങ്കടത്തോടെ കണ്ണ് നിറയാണ്. രണ്ടുപേരുടെയും കണ്ണ് നിറയുന്നുണ്ട്. അപ്പം അലീന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പം അന്ന് അച്ഛനെ കാണാൻ വന്നത് സ്വന്തം പപ്പയാണെന്ന് സ്റ്റാൻലി ആണെന്നും മനസ്സിലാവുന്നുണ്ട് അലീനയ്ക്ക്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് വരുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും ബാലചന്ദ്രനും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് നെടുമ്പുരക്കലിൽ അധികാരം തിരിച്ചു പിടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് വൈജ. അലീനെ അവിടുന്ന് പറഞ്ഞു വിട്ട് അധികാരം തിരിച്ചു പിടിച്ച് എന്നുള്ളൊരു സന്തോഷത്തിൽ ഇരിക്കുകയാണ്. പക്ഷേ ബബിതയും കൃഷ്ണയും രോഗത്തും നല്ല വിഷമത്തിലാണ്. കൃഷ്ണയാണെങ്കിൽ അലീനയുടെ മുറി വരുന്നുണ്ട്. മുറിയിൽ വന്നിട്ട് കട്ടിലിലേക്ക് ഇരുന്ന് സങ്കടത്തോടെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കാൻ അലീനയും ആയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടത്തോടെ കരയുകയാണ്. അങ്ങനെ വിഷമത്തോടെ കൃഷ്ണ ഇങ്ങനെ ഇരിക്കുകയാണ്. അലീനയെ ഓർത്ത് ബബിതയും രോഗത്തിനും എല്ലാം താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്താണ് അലീന അവിടുന്ന് പോയത്. പക്ഷേ വിജയശ്രീ ലളിതയായി വന്നെന്ന ഒരു സന്തോഷത്തിലാണ് വൈജ. പക്ഷേ മനുവിൻ്റെ മുന്നിൽ തൻ്റെ രഹസ്യങ്ങളെല്ലാം പൊളിഞ്ഞ ഒരു വിഷമത്തിലുമാണ് വൈജ.